കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ 4 മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. അതാ ശ്രീലകത്ത് നെയ്വിളക്കുകളെല്ലാം നല്ല പോലെ തെളിഞ്ഞു കത്തുന്നുണ്ട്. പൊന്നുണ്ണിക്കണ്ണൻ അതാ ശ്രീലകത്ത് പുഞ്ചിരി തൂകി നിൽക്കുകയാണ് കേട്ടോ. തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കാനായി കാത്തിരിക്കുകയാണ്. പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി, നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്, ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും 2 സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു ചുവന്ന പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്തിരിക്കുന്നു. കയ്യിൽ ഓടക്കുഴലുമുണ്ട്. പൊന്നിൻ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ തിരുമുടിമാലകളും വനമാലകളും ചാർത്തിയിരിക്കുന്നു. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ ദിവ്യ കൈശോര വേഷം, ആ പുഞ്ചിരി തൂകി നിൽക്കുന്ന രൂപം ഏതൊരു ഭക്തൻ്റെയും മനസ്സിൽ ആഹ്ലാദ ചിത്തനാക്കുന്നതാണ്. ആ പൊന്നുണ്ണിക്കണ്ണനെ അങ്ങനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കാൻ ഏതൊരു ഭക്തനും മോഹിക്കുന്നുണ്ടാവും. ആ നട തുറന്ന സമയത്ത് ആ രൂപം കണ്ട ഉടനെ ഭക്തരെല്ലാവരും ഭഗവാന്റെ നാമം ചൊല്ലി അതാ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി ചെല്ലണു. നാരായണ നാരായണ നാരായണ. ആ സോപാനപ്പടിയുടെ മുന്നിൽ നിന്ന് ഒരു നിമിഷം ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ണിറയെ കണ്ട് ആ കണ്ണൻ്റെ രൂപം മനസ്സിലേക്ക് ആവാഹിക്കുന്നു. അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനോട് തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണു, പ്രാർത്ഥിക്കണു. ആ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവും. അതേമാതിരി തന്നെ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ചുവന്ന പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്ത് ആ കയ്യിൽ ഓടക്കുഴലും പിടിച്ച് ആ മന്ദഹസിച്ച് നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് ഒരു നിമിഷം കണ്ണടച്ച് ആ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് താലോലിച്ച് ആ കണ്ണനൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉറക്കെ നാമം ചെല്ലാം. നാരായണ 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 നാരായണ. ഉറക്കെ ജപിച്ചോളൂ കേട്ടോ. ഒരു സങ്കോചവും വേണ്ട. കണ്ണൻ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും. നമുക്ക് താങ്ങായും തണലായും ഏത് സമയത്തും വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് നമ്മളെ അനുഗ്രഹിക്കും. ഉറച്ച വിശ്വാസത്തോടു കൂടി നാമം ചൊല്ലിക്കോളൂ. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയമന്ത്രം ജപിച്ചോളൂ. ഈ ജീവിതം മുഴുവൻ നമുക്ക് സർവൈശ്വര്യങ്ങളും ആയുരാരോഗ്യങ്ങളും സമ്പൽ സമൃദ്ധികളും സന്തതി പരമ്പരകൾക്കെല്ലാം ഐശ്വര്യവും ഉണ്ടാകുവാൻ വേണ്ടി ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഒരു അമൂല്യനിധിയാണ് ഈ മന്ത്രം. ഏതൊരു ഭക്തനും ഏത് സമയത്തും ജപിക്കാവുന്ന ഒരു മന്ത്രമാണ്. ഉറപ്പായും നമുക്കതിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. ഉറച്ച വിശ്വാസത്തോടു കൂടി എല്ലാവരും ജപിച്ചോളൂ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.